2027 നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് മക്കളെ മോട്ടിവേഷൻ മാത്രം പോരാ. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് മോട്ടിവേഷൻ കാണും. അടുത്ത പരീക്ഷ പിടിക്കണം, ആ ഒരു എക്സാമിന് വേണ്ടി ക്രാക്ക് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കാണും. നിങ്ങൾ അതനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ വരാനിരിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി, സബ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ പോലെയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയേണ്ട, നിങ്ങളെ സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് പിടിച്ചുയർത്തുന്ന ഒരു പ്ലാൻ നിങ്ങൾക്കുണ്ടാവണം. ആ പ്ലാനാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുക. ഒരു 3 ഫേസ് സ്ട്രാറ്റജി. അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള, ഡിഗ്രി ലെവൽ പ്രിലിംസും മെയിൻസും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്വാൻസ്ഡ് സ്റ്റഡി പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതൊരു 3 ഫേസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അപ്രോച്ച് എന്ന് നമുക്കതിനെ പറയാൻ പറ്റും. ഈ ഒരു 3 എക്സാമുകളിലും ഏറ്റവും കൂടുതൽ കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയാണ്. ഗസറ്റഡ് റാങ്ക് ആണ്, നല്ല സാലറി കിട്ടുന്ന പോസ്റ്റാണ്. ഒരു ഡിഗ്രി പരീക്ഷ എഴുതി, ഡിഗ്രി ലെവൽ PSC പരീക്ഷ എഴുതി കിട്ടാവുന്ന ഏറ്റവും മികച്ച പോസ്റ്റാണ് പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുക. അപ്പൊ അത്തരത്തിലുള്ളൊരു പോസ്റ്റിലേക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ആ സീരിയസ്നെസ്സും ആ സ്ട്രാറ്റജിയും കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ ഈ സ്ട്രാറ്റജി സൂപ്പർ നോട്ട്സിന്റെ നമ്മുടെ ബാച്ചിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് സെക്രട്ടറി പരീക്ഷയിൽ 130-ലധികം കുട്ടികൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റിയത്? അതേപോലെ തന്നെ മറ്റു പരീക്ഷകളിൽ CPO പോലുള്ള പരീക്ഷകളിൽ നല്ല വിജയം നേടാൻ പറ്റിയത്, RRB JEE പരീക്ഷയിൽ നേടാൻ പറ്റിയത് ഒറ്റ റീസൺ മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്ട്രാറ്റജിയാണ്. 3 ഫേസ് സ്റ്റഡി സ്ട്രാറ്റജി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇതിൽ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് പ്യുവർലി ഫൗണ്ടേഷനും സിലബസ് കംപ്ലീഷനും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ 5 മാസത്തെ കാര്യമാണ്. പ്രിലിംസ് വരുന്നതിന് മുൻപുള്ള 5 മാസം. നമ്മളിപ്പോ നിലവിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ പുതിയ ബാച്ചിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ മാസം 1 മുതലാണ്. സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ച മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതുവരെ അവർക്ക് കൊടുക്കുന്നത് ഗൈഡൻസ് ആണ്. ഓക്കെ, ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് അവർക്ക് കൊടുക്കുന്ന ഗൈഡൻസ് ആണ്. അതിൽ ആദ്യത്തെ ഓറിയന്റേഷൻ സെഷൻ കഴിഞ്ഞു. ഇനിയും ഓരോ ഇടവേളകളിൽ, ഇന്റർവെൽസിൽ പുതിയ പുതിയ സെഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ഇന്നലെ 21-ാം തീയതി അവർക്ക് ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണമെന്ന സെഷൻ പോയി. ഇനി അവർക്ക് സ്ട്രെസ്സിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന സെഷൻ പോകും. ഓരോ ദിവസവും എങ്ങനെ പഠിച്ചു പോകണമെന്നുള്ള സെഷൻ പോകും. ഇങ്ങനെ ഓരോ സെഷനുകൾ അവർക്കൊരു ഇന്റർവെൽ ബേസിസിൽ പൊക്കോണ്ടേയിരിക്കും. അപ്പൊ ആ 1-ാം തീയതി പഠന പരിശ്രമത്തിന് മുന്നോടിയായി, അല്ലെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായി അവർ മെന്റലി സെറ്റ് ആവാനായിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം സെപ്റ്റംബർ 1 മുതൽ 5 മാസത്തെ കാലയളവ്, അതിലേക്കുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഫൗണ്ടേഷൻ ആൻഡ് സിലബസ് കംപ്ലീഷൻ എന്ന് പറയാം. അവിടെ നമ്മൾ കൃത്യമായിട്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യും. അവിടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ പ്രിലിംസിനും മെയിൻസിനും കൂടി കോമൺ ആയിട്ട് വരുന്ന ഏരിയാസിന് ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ച് കൊടുത്തുകൊണ്ട്, മെയിൻസിനും കൂടിയുള്ള രീതിയിൽ ആ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടായിരിക്കും ആ ഒരു ഭാഗം പോകുക. അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള കംപ്ലീഷൻ കിട്ടും. ഇവിടെ 1 മിനിറ്റും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. 1 മിനിറ്റ് ക്ലാസ് ആണെങ്കിൽ 1 മിനിറ്റും കണ്ടന്റ് തന്നെ ആയിരിക്കും. അരമണിക്കൂർ ക്ലാസ് ആണെങ്കിൽ അരമണിക്കൂർ കണ്ടന്റ് ആയിരിക്കും. 1 മണിക്കൂറാണ് ക്ലാസ് എങ്കിൽ 1 മണിക്കൂറും കണ്ടന്റ് ആയിരിക്കും. ആ കാര്യത്തിൽ ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. അതിനുശേഷം നോക്കിയേ, കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള, എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ്. അരമണിക്കൂർ കത്തിയടിച്ച് അരമണിക്കൂർ ക്ലാസ് തരുന്ന പ്രോഗ്രാം അല്ല സൂപ്പർ നോട്ട്സിന്റെ ക്ലാസ്സുകളിൽ. 1 മണിക്കൂറാണെങ്കിൽ ആ 1 മണിക്കൂർ നിങ്ങൾക്ക് കണ്ടന്റ് തന്നെ തരുന്ന, ബേസ് മുതൽ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് അവിടെ വരിക. അതുകൂടാതെ A4 സൈസ് പ്രിന്റബിൾ PDF നോട്ട്സ് നമ്മളുടെ മറ്റൊരു പ്രത്യേകതയാണ്. വെറുതെ സ്ലൈഡ് മാത്രമല്ല നോട്ടായിട്ട് തരുന്നത്. A4 സൈസിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പാകത്തിനുള്ള നോട്ട്സ്, നമ്മുടെ ടെലഗ്രാമിലൊക്കെ പോയ നോട്ട്സിന്റെ ക്വാളിറ്റി മനസ്സിലാവും. ആ തരത്തിലുള്ള നോട്ട്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ തരിക. അത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കാം. A4 സൈസ് ആണ്, PPT സൈസ് അല്ല. അപ്പൊ അതുകൊണ്ട് പ്രിന്റ് എടുത്ത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഹൈ എൻഡ് ക്ലാസ്. ഇവിടെ ക്ലാസ്സിൽ ഒരു അധ്യാപകൻ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ട്സ് ആണ്. ക്ലാസ്സിൽ എന്തൊക്കെ വരുന്നുണ്ടോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ട്സ് ആണ് നമ്മൾ എവിടെയും കൊടുക്കുന്നത്, ബാച്ചിലും കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ സെഷൻസ്, അതായത് ഒരു ടോപ്പിക്ക് തീരുമ്പോൾ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള, കേട്ടോ, ടോപ്പിക് വൈസ് എക്സാംസ്. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും, ഓരോ ടോപ്പിക്ക് കഴിയുന്തോറും ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള എക്സാംസ് ഈ ഫേസിൽ നിന്ന് കിട്ടും. റെഗുലർ ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് കാണും. ഇവിടുന്ന് നമ്മുടെ മെന്റർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. എല്ലാ മാസവും നിങ്ങളെ കോൺടാക്ട് ചെയ്യും. പഠിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് നിങ്ങളുടെ നിലവിലത്തെ പോരായ്മകൾ, എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ മനസ്സിലാക്കി അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ മെന്റർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അതും പോരാഞ്ഞിട്ട് നമ്മുടെ മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു നമ്പർ തരും. അതിൽ നിങ്ങളുടെ കൺസേൺസ് വിളിച്ച് പറയാം. ഇത് കൂടാതെ ഒരു ടെലഗ്രാം ചാനലുണ്ട്. ആ ടെലഗ്രാം ചാനൽ നിങ്ങളുടെ കൺസേൺസ് പറയാം. ആ രീതിയിലുള്ള ഒരു റെഗുലർ മെന്റർഷിപ്പ് സെഷൻസ് ഉണ്ടാവും. പെർഫോമൻസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. ഇത് കൂടാതെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറിങ്ങിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ സെഷനുകൾ തരും.
ഇത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആയിട്ടായിരിക്കും വരിക. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആയിട്ടാണ് വരിക. അതായത് നമ്മുടെ ഫാക്കൽറ്റീസ് ലൈവായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സെഷൻസ് നിങ്ങൾക്ക് തരും. അവിടെ മാക്സിമം നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള സജ്ജീകരണം. ഈ രീതിയിലാണ് ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് ഫേസിലേക്ക് പോകുമ്പോൾ അവിടെ പ്രിലിംസിന്റെ റിവിഷനും എക്സാം പ്രാക്ടീസും സ്റ്റാർട്ട് ചെയ്യണം. പ്രിലിംസിനെ കുറച്ചുകൂടി ആധികാരികമായിട്ട് കാണുക. 6 മുതൽ 7 മാസം 8 മാസം വരെ, അതായത് 6 മാസം കഴിഞ്ഞു, അതിനുശേഷം 7, 8 2 മാസത്തെ ഒരു അപ്രോച്ചാണ്. ഒരു മെയ് മാസം വരെയുള്ള ഒരു അപ്രോച്ചാണ് അവിടെ നമ്മൾ കാണാൻ പറ്റുക. അവിടെ പെൻഡിങ് ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ കവർ ചെയ്യും. മുഴുവൻ പെൻഡിങ് ടോപ്പിക്സ് അവിടെ കവർ ആവും. ദെൻ സിലബസിന്റെ മുഴുവൻ കംപ്ലീഷനും തന്നതിന് ശേഷം അവിടെ റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസിനോടൊപ്പമുള്ള റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ഇന്റൻസീവ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് പ്രാക്ടീസ്, ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ, ഇത് കൂടാതെ വീക്ക്ലി ബേസിസിലും മന്ത്ലി ബേസിസിലുമുള്ള എക്സാംസ്, ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസ് തൊട്ട് തന്നെ കിട്ടുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഫുൾ ലെങ്ത് എക്സാമുകൾ, അവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് കൂടി ആരംഭിക്കും. ടെസ്റ്റ് സീരീസ്, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് ഉണ്ടാവും. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസ് ഇവാലുവേഷൻസും മോണിറ്ററിംഗും ഉണ്ടാവും. എക്സാം സ്ട്രാറ്റജീസും ടൈം മാനേജ്മെന്റ് സെഷൻസും കൃത്യമായിട്ട് എടുത്തു തരും. മോട്ടിവേഷൻ സെഷൻ, ഞാനും അമൽ സാറും ഒക്കെ മാറി നിങ്ങൾക്ക് മോട്ടിവേഷൻ സെഷൻസ് തന്നുകൊണ്ടേയിരിക്കും. എല്ലാ മൺഡേയിലും കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ സെഷൻ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഈ രീതിയിലാണ് എന്ത് പോവുക, നമ്മുടെ സെക്കൻഡ് ഫേസ് പോവുക. അവിടെ എത്തുമ്പോഴത്തേക്കും പ്രിലിംസ് നിങ്ങൾ പക്കയാക്കി മാറ്റിയിട്ടുണ്ടാവും. ദെൻ അതിനുശേഷം മെയിൻസ് അഡ്വാൻസ് പ്രിപ്പറേഷനിലേക്ക് പോവുകയാണ്. 4 മാസം പ്രിലിംസ് കഴിഞ്ഞു വരുന്ന ഒരു 4 മാസം പ്യുവർലി മെയിൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. മെയിൻസിന്റെ സിലബസ് എക്സ്ട്രാ, പ്രിലിംസിൽ നിന്ന് എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ അവിടെ കവർ ആകും. സബ്ജക്ട് വൈസ് ആയിട്ടുള്ള റിവിഷൻ സെഷനുകൾ നിങ്ങൾക്ക് കിട്ടും. മെയിൻ പ്രിന്റബിൾ നോട്ട്സ്, അതിന്റെ മെയിൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രിന്റബിൾ നോട്ട്സ് ഉണ്ടാവും. ടോപ്പിക് വൈസ് ആയിട്ടുള്ള വീക്ക്ലി ബേസിസിലുള്ള മന്ത്ലി ബേസിസിലുള്ള എക്സാംസ് ഉണ്ടാവും. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെ, എക്സ്പെക്ടഡ് ചോദ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടാവും. ടെസ്റ്റ് സീരീസ് നിങ്ങൾക്കുണ്ടായിരിക്കും. ഈ രീതിയിലാണ് നമ്മുടെ ഭാഗം പോവുക. അതായത് മൊത്തത്തിൽ നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 550+ അവേഴ്സിന്റെ ടോപ്പിക് വൈസ് സിലബസ് ഓറിയന്റഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ദെൻ ഇവിടെ നിങ്ങൾക്ക് 100+ അവേഴ്സിന്റെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ദെൻ പ്രിലിംസും മെയിൻസും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുക. റെഗുലർ ആയിട്ടുള്ള റിവിഷൻ സീരീസ്, അതായത് റിവിഷൻ ബേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്ത് പോകാനായിട്ടുള്ള വീക്ക്ലി എക്സാമുകൾ അവിടെ കാണും. A4 സൈസ് പ്രിന്റബിൾ നോട്ട്സ് ഉണ്ടാവും. ടോപ്പിക് വൈസ് എക്സാം, വീക്ക്ലി മന്ത്ലി ബേസിസിലുള്ള എക്സാംസ്, പേഴ്സണൽ മെന്റർഷിപ്പ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പെർഫോമൻസ് ഇവാലുവേഷൻ, മോട്ടിവേഷൻ സെഷൻസ്, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ച്. ടാർഗറ്റ് എന്നാണ് ബാച്ചിന്റെ പേര്. ഈ ഒരു ബാച്ചിലേക്ക് വരുമ്പോൾ ഇതേപോലുള്ള ഒരു സ്റ്റഡി പ്ലാൻ കാണും. ഓരോ ദിവസവും നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ, ആ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും നോട്ട്സും എല്ലാം രാവിലെ 12 മണിയോടുകൂടി വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിലാണ് നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ അലൈൻമെന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ക്ലാസ്. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് മോട്ടിവേഷനേക്കാൾ അപ്പുറം നിങ്ങളുടെ നെഗറ്റീവുകൾ കണ്ടെത്തുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെന്റർഷിപ്പ് വെച്ചിരിക്കുന്നത്. മെന്റർഷിപ്പ് തന്നെ 3 തരമുണ്ട്. ഒന്ന്, നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം തരും. നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചിട്ട്, നമ്മുടെ ഫാക്കൽറ്റീസിനെ കുറിച്ചിട്ട്, നമ്മുടെ ക്രമീകരണങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും പറയാനായിട്ട് എല്ലാ മാസവും കളക്ട് ചെയ്യുന്ന ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ഈ ഗൂഗിൾ ഫോമിലൂടെ നിങ്ങളുടെ കൺസേൺസ് എല്ലാം പറയാം. രണ്ടാമത്, നിങ്ങളെ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇവിടുന്ന് കോൾ വരും. ആ കോളിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗൂഗിൾ മീറ്റ് സെഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഗൂഗിൾ മീറ്റിലൂടെയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം. ഈ രീതിയിലാണ് നമ്മൾ മെന്റർഷിപ്പ് സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ ഡെമോ ക്ലാസ്സുകളുണ്ട്. ഇത് ലൈവ് ക്ലാസ് ആണ്. ഇവിടുത്തെ ടൈം മാനേജ്മെന്റ്, ആദ്യം പോയൊരു സെഷന്റെ ലൈവ് ക്ലാസ് ആണ്. ഈ രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുള്ളത്. ഒന്നുകിൽ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഇനിയും വെയിറ്റ് ചെയ്യണ്ട, സമയം കളയണ്ട, ഇപ്പൊ തന്നെ തുടങ്ങിക്കോ. സെപ്റ്റംബർ 1 മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ മെന്റർഷിപ്പ് സെഷൻസ് പൊക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ച് 2027 ടാർഗറ്റ് ബാച്ചിലേക്ക്, ടാർഗറ്റ് എന്നാണ് ബാച്ചിന്റെ പേര്, ടാർഗറ്റ് ബാച്ചിലേക്ക്, പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. LSTD സെക്രട്ടറി, സബ് ഇൻസ്പെക്ടർ, ഈ പരീക്ഷകളെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. 5999 ബാച്ചാണ്. 4999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് 8281 223366 ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 8281 223366 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ ബാച്ചിലോട് അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങിക്കോ. നമുക്ക് ക്ലാസ്സിൽ കാണാം.